ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ ഞാൻ എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ തോറ്റുപോയി, നിരാശയുടെ പടുകുഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, അതുപോലെ ജീവിതം മടുത്തു, ഇനി മുന്നോട്ട് എങ്ങനെയെന്നറിയില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കരിയർ ലൈഫിലാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളുണ്ടല്ലേ. അപ്പോൾ ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരോട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ചിന്തിച്ച് നോക്കിക്കേ. ജീവിതം എന്നത് ഒന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടില്ല. അത്രയും മഹത്തരമാണ് ജീവിതം. നമുക്ക് ശരിക്കും അതിൻ്റെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. മരിച്ച ഒരാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ജീവനോടെ ഉണ്ട് എന്നതിന് വല്ല പ്രൂഫും വേണമെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചേ പറ്റൂ. നമ്മുടെ നേരെ വരുന്ന വെല്ലുവിളികളെ നമ്മൾ നേരിട്ടേ പറ്റൂ. എവിടേക്കാണ് ഒളിച്ചോടുന്നത്? ഒളിച്ചോടിയിട്ട് എന്ത് കിട്ടാനാ? എന്താ നേട്ടം? ഭീരുക്കളാവാനാണോ? ഒരിക്കലും വരുത്. കാരണം ജീവിതം മനോഹരമാണ്, സുന്ദരമാണ്, ഓരോ നിമിഷവും ആഘോഷമാക്കേണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞവരാണ്, അല്ലെങ്കിൽ സെലിബ്രേഷൻ്റെ ആ ഒരു മൂഡിലാണ്, അല്ലെങ്കിൽ സെലിബ്രേഷൻ ലൈഫാണ് എന്നൊക്കെ കരുതുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്രമാത്രം നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും അതുപോലെ തന്നെ ഏത് വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നമ്മൾ ആ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രശ്നക്കാരെയും കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ദുസ്സഹമായി തീരുന്നത്. പക്ഷെ അതിലും ഒരു പ്രത്യാശയുടെ ഒരു കിരണം എവിടെയെങ്കിലും ഉണ്ടാവും. എത്ര ഇരുട്ടിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടുമെങ്കിലും നമ്മൾ കാണും, തീർച്ചയാണ്. പക്ഷെ നമ്മുടെ കണ്ണ് തുറന്നു വയ്ക്കണം. കാരണം ജീവിതം എന്നത് ഒരുപാട് സാധ്യതകളുണ്ട്. പ്രശ്നങ്ങൾ മാത്രം അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിച്ചു തരില്ല. കാരണം അതല്ല അതിൻ്റെ സത്യാവസ്ഥ. കാരണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. മറ്റൊരു ഭാഗമുണ്ടല്ലോ, അതായത് ജീവിതം എന്നത് പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. അത് ദൈവം തന്നത് എന്തിനാണ്? ചിന്തിച്ച് ജീവിതത്തിൽ മുന്നേറാനാണ്. പക്ഷെ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ആ ചിന്തകളാണ് നമ്മളെ പ്രശ്നക്കാരും അല്ലെങ്കിൽ പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നിരാശകളും ഒക്കെ തരുന്നത് ഈ ചിന്തകളാണ്. നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ജീവിതം നെഗറ്റീവാകും. പക്ഷെ പോസിറ്റീവ് മാത്രമാണ് ചിന്തിക്കുന്നെങ്കിലോ എത്ര മനോഹരമാക്കാമല്ലേ ജീവിതം. കാരണം നെഗറ്റീവ് വന്നോട്ടെ, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. കാരണം ചിന്തകൾ വരും. ആ ചിന്തിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ ഓക്കെ. വെറുതെ ചിന്തിച്ച് കാട് കയറി ഓവർ തിങ്കിങ് ചെയ്ത് നമ്മുടെ ഉള്ള ഹെൽത്തും കൂടി കളയാനാണെങ്കിൽ ആ ചിന്തകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒന്ന് ആലോചിച്ച സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ അല്ലേ, അവരോട് ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചിന്തിക്കൂ. പ്രശ്നങ്ങൾ മാത്രമാണോ ജീവിതം? അല്ല. നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇതുവരെ ഉള്ളതിൽ ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ എത്ര മനോഹരമായ നിമിഷങ്ങളുണ്ടല്ലേ. ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത് ചില മനോഹരമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും. എത്ര നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങൾ, നമുക്ക് വരുന്ന നേട്ടങ്ങൾ, നമ്മുടെ ഹെൽത്ത് ഒക്കെ ബോണസാണ്. ഓരോ നിമിഷവും ബോണസാണ്. അതിപ്പോൾ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് വെല്ലുവിളികളാണെങ്കിലും നമ്മൾക്ക് നെഗറ്റീവായി വരുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ എന്താണ്, ഓരോ എക്സാമുകളാണല്ലേ. നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ഓരോ എക്സാം എഴുതി പാസ്സായി. എക്സാം ഇല്ലാതെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പാസ്സായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഓരോ ഘട്ടങ്ങൾ. ദൈവം ഓരോ പ്രശ്നങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതൊരു എക്സാമാണ്. ജീവിതത്തിലെ എക്സാം എന്നത് ചിലർക്ക് എളുപ്പമായിരിക്കാം, ചിലർക്ക് കഠിനമായിരിക്കും. പക്ഷെ നമ്മൾ പാസ്സായി പറ്റൂ. അതിനൊരു സിലബസ് ഇല്ല. പക്ഷെ ആ സിലബസ് എവിടെയുണ്ട്? നമ്മളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് നമ്മൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ചിന്തകളാണ് ആദ്യം മാറ്റേണ്ടത്. ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നത് നിർത്തുക. കാരണം അങ്ങനെ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ കടങ്ങളെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും
നമ്മൾ നേരിടുന്ന ഇപ്പോഴുള്ള പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ചിന്തയിൽ വരുമ്പോൾ ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ, ജസ്റ്റ് ക്യാൻസൽ. നമ്മളെ സ്നേഹിക്കുന്നവരെ ഓർക്കുക, നമുക്ക് സ്നേഹം തന്ന നിമിഷങ്ങൾ, നമ്മൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ നിമിഷങ്ങൾ, നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞവർ, നമ്മുടെ ദൈവം. ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ടല്ലോ അല്ലേ? എല്ലാവരും ആ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, മനോഹരങ്ങളായ സൃഷ്ടികളാണ് അല്ലേ? ചെറിയ ചെറിയ മിസ്റ്റേക്സ് കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവാം, അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നവരുണ്ടാവാം. അത് മനുഷ്യരുടെ കണ്ണിൽ ജഡ്ജ് ചെയ്യുമ്പോഴാണ് നമ്മൾ തെറ്റുകാരാകുന്നത്. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് അവരുടെ കണ്ണിൽ അവരുടെ ജഡ്ജ്മെൻ്റാണ്. പക്ഷേ ദൈവം ജഡ്ജ്മെൻ്റ് ചെയ്യുന്നത് നമ്മൾ ആ തെറ്റ് തിരുത്തി ആ ദൈവസന്നിധിയിൽ നമ്മൾ മാപ്പ് പറയുമ്പോൾ പിന്നെ അവിടെ ഒന്നുമില്ല. നമ്മൾ ദൈവം ഒരു ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണ്, ആ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. അവസാനം വരെയുള്ളതും നമ്മുടെ ദൈവം തന്നെയായിരിക്കും അല്ലേ? ഓരോരോ കഥാപാത്രങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ചില നല്ല ഓർമ്മകൾ, ചിലർ അനുഭവങ്ങൾ തരും, അങ്ങനെ. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോവേണ്ടത് നമ്മളുടെ ദൗത്യമാണ്, നമ്മളുടെ ഒരു നിയോഗമാണ്. അതിനെ പോസിറ്റീവായും നെഗറ്റീവായും എടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു ടഫ് സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം, ഈ സാഹചര്യത്തെ നേരിട്ട് കഴിഞ്ഞാൽ, ഒളിച്ചോടാതെ നേരിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്ത് ശക്തിയാണ് ഞാൻ ആർജിക്കുന്നത് എന്ന് ചിന്തിക്കാം. നോക്കൂ, ഒരു എളുപ്പമുള്ള ലൈഫ് ജീവിക്കുന്നതും ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയി ജീവിതത്തെ പച്ച പിടിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ? അപ്പോൾ ജീവിതം കരുപ്പിടിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൈയടിക്കുന്നത് ആരെയായിരിക്കും? ഈ ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കും. മറ്റേയാൾ സുഖസുന്ദരമായി ജീവിച്ചു, യാതൊരു പരീക്ഷണങ്ങളും ഇല്ല, അല്ലെങ്കിൽ യാതൊരു പ്രതികൂല സാഹചര്യവും നേരിട്ടില്ല. അവർക്ക് അത്രമാത്രം ശക്തിയുള്ളൂ. കാരണം ശക്തരായവർക്കാണ് ദൈവം ഒരുപാട് പരീക്ഷണങ്ങൾ തരുന്നത്, പ്രശ്നങ്ങൾ തരുന്നത്. അപ്പോൾ നമ്മൾ കരുത്തരാണ്, നമുക്ക് താങ്ങാവുന്നതേ ദൈവം തരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. നമ്മുടെ ശുദ്ധ മനസ്സോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ദൈവസഹായം തീർച്ചയാണ്. ദൈവം തൊട്ടടുത്ത് തന്നെ. ഒന്ന് വിളിച്ചാൽ, ഉള്ളറിഞ്ഞ് വിളിച്ചാൽ, വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ അടുത്തോടിയെത്താൻ ആ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഓരോ സ്റ്റെപ്പും നമ്മൾ ചിന്തിച്ച് മുന്നേറുക. അപ്പോൾ അതായത് ജീവിതത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ ഇരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ജനാലകൾ തുറക്കൂ, നിങ്ങളുടെ മനസ്സിൻ്റെ ജാലകങ്ങൾ തുറക്കൂ. അതിലൂടെ സൂര്യപ്രകാശം വരുന്നേ. ആ വാതിലുകളൊന്ന് തുറന്നേ, ഇരുട്ടൊക്കെ ഒന്ന് പോട്ടെ. ഇരുട്ടിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, ഇനി പ്രകാശത്തിൻ്റെതാണ്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കുക. അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. സോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്.